ഇത് വണ്ടിയുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിലോട്ട് പോകാം. നമുക്ക് ഈ വണ്ടി ഇത്ര നാൾ ഓടിയിട്ടും വേറെ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും വേറെ യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ നേരിട്ടിട്ടില്ല. വേറെ അങ്ങനെ പ്രത്യേക നോയ്സോ ശബ്ദമോ അങ്ങനെ ഒന്നും ഇല്ല. വന്നിട്ടില്ല. പിന്നെ ആകെപ്പാടെ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ പൊട്ടിയപ്പോഴത്തേക്കും ഞാൻ ഒരു ടയർ മാത്രമായിട്ടാണ് മാറിയത്. അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് പ്രശ്നം മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഈ ടയറെല്ലാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിൽ ഒരു ചെറിയൊരു കല്ലിങ്ങനെ ഒരു ഷാർപ്പായിട്ടുള്ള കല്ല് കയറി പിടിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കീറിപ്പോയി. ടയറിൻ്റെ ഈ ഫ്ലാറ്റ് സർഫേസ് അല്ല, ഈ റൗണ്ട് നമ്മുടെ സൈഡിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് കീറിപ്പോയി. അങ്ങനെ ഒരു ടയർ മാറേണ്ടി വന്നു. മാറിയപ്പോൾ ഒരു ടയർ മാത്രമായിട്ട് മാറി. സാധാരണ 4 ഒരുമിച്ച് മാറേണ്ടതാണ്. സാമ്പത്തിക മാന്ദ്യം കാരണം അത് വേറെ വഴിയില്ല. അത് ഈ കാറിൻ്റെ ഒരു പ്രശ്നമാണ്. അതായത് വളരെ സോഫ്റ്റാണ്. അതിൻ്റെ എഡ്ജസും അതിൻ്റെ മെറ്റീരിയലും വളരെ ബാക്കിയുള്ള ടയർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റാണ്. അങ്ങനെ അതുകൊണ്ട് പെട്ടെന്നൊരു ചെറിയ കല്ലടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കീറിപ്പോകും. അത് വണ്ടി ഓടുമ്പോൾ ഒരു ചെറിയൊരു ഒരു അത് കാർ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരു സ്ഥിരം പ്രശ്നമാണ്. അത് മാത്രമല്ല, ഈ ടയറാണെന്നുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ടുള്ളത് അമ്പീരിയൻ എന്നുള്ള ടയറാണ്. അതാണെന്നുണ്ടെങ്കിൽ വാങ്ങാനും കിട്ടിയിട്ടില്ല. അതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു അമ്പീരിയൻ അവൈലബിൾ അല്ല, നെക്സോണിൻ്റെ ടയറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ കാർ ഓടിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിച്ചാൽ മുമ്പൊരു വീഡിയോ നമ്മൾ നെക്സോണിൻ്റെ ഒരു വണ്ടിയെ പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് 1,00,000 കിലോമീറ്ററും അതിന് പുറത്ത് ഓടിയ ടയറുകൾ വരെ ഇപ്പോൾ ഉണ്ട് ഇല്ലേ? പക്ഷേ എനിക്കൊരു മാക്സിമം 35,000 വരെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ ആൾക്കാരുടെ ഓടിക്കുന്ന ഒരു സ്റ്റൈൽ അനുസരിച്ചും കാര്യങ്ങളിലൊക്കെ ഇത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും.